എൻ്റെ പേര് ലീമ കുഞ്ഞുമോൻ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് പരിശുദ്ധ മാതാവിന് നന്ദി പറയുകയാണ്. ഞാൻ 2019 ഡിസംബർ 26-നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. കാരണം എന്നാൽ എൻ്റെ ഭർത്താവിന് അതിന് 3 മാസം മുമ്പ് കാലിലൊരു മുട്ടുവേദന വരികയും ആൾ ഈ ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുകയാണ് ബാംഗ്ലൂർ. അപ്പോൾ ആൾക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ബിൽഡിങ്ങിൽ കയറി ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി അതിനു വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഇവിടെ വരുന്നതിന് 3 മാസം മുമ്പ് തന്നെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുകയും അതിൻ്റേതായി കുർബാനയ്ക്ക് പോകലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു. അന്നേരം ഞങ്ങൾ 26-ന് ക്രിസ്മസിന് നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ആദ്യത്തെ ഉടമ്പടി നിയോഗം ഞങ്ങളുടെ ഇതായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ നിശ്ചയിച്ചിരുന്നു. ഞങ്ങൾ 23 വൈകിട്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ 24-ാം തീയതി കാലത്ത് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങളെ കുർബാന കഴിഞ്ഞ് ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുമ്പോൾ ചേട്ടൻ ഓടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളുടെ കാൽവേദന എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒട്ടും കാൽവേദന ഇല്ല, ഇന്ന് കുർബാനയ്ക്ക് എനിക്ക് മുട്ടുകുത്തി നിൽക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ഞങ്ങളെ സവിക്കുന്നെന്ന് അനുഗ്രഹിച്ചു. ഇത് 2ാമത്തെ ഞങ്ങളുടെ നിയോഗം ഉടമ്പടിയിലുണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു വീട് എന്നതായിരുന്നു. അപ്പോൾ ഒത്തിരി ബാംഗ്ലൂർ വാടകയ്ക്ക് കൊടുത്ത് ഞങ്ങൾ ഒത്തിരി കൊറോണ സമയത്തൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരു വീട് നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. 3ാമത്തെ നിയോഗം ഞങ്ങളിവിടെ ഒരു സ്ഥലം വാങ്ങിയായിരുന്നു തൃശ്ശൂരിൽ. അപ്പോൾ അവർ ഞങ്ങളുടെ തൃശ്ശൂർ ശരിക്കും ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അവർക്കൊരു മെൻ റിട്ടയർഡായ ഒരു മകനുണ്ടായിരുന്നെന്ന്. അപ്പോൾ അവർക്കൊരു മെൻ റിട്ടയർഡായ മകനുണ്ടായിരുന്നു. അപ്പോൾ അവർ രജിസ്ട്രേഷൻ സമയത്ത് ആ മകന് പകരം അവരുടെ അമ്മ സൈൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവർ ഞങ്ങളെ കുഴപ്പമില്ലാന്ന്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള തിരിച്ചറിയാനുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നില്ല. ഇത് പോരാ, കൃത്യമായിട്ട് അവരെന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി സൈൻ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു 10 വർഷം മുമ്പത്തെ കാര്യമാണിത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഇവരുടെ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനല്ല, ഇവർ ഞങ്ങളെ ഈ മെൻ റിട്ടയർഡായ കൊച്ചിന് ഒരു അവകാശവും കൊടുക്കാനിടെയാണ് ഇവർ ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തു. അന്നേരം ഞങ്ങൾ കുറേ വക്കീലിനെ കുറിച്ച് ഞങ്ങൾ കാണിക്കുകയും വക്കീലിന് അനുകൂലമായി ഞങ്ങൾക്ക് വിധി വരികയൊക്കെ ചെയ്ത്, എന്ന് വിധി വന്നാലും ഇവരതിന് പേര് അപ്പീൽ പോകും. എന്നിട്ട് പിന്നെയും ഞങ്ങൾ കുറേ വർഷം ഇതിൻ്റെ പേരിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. അന്നേരമെല്ലാം പ്രാർത്ഥിക്കും എങ്കിൽ പോലും ഇതൊരു നിയോഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ഉടമ്പടി വെച്ചപ്പോൾ ഞങ്ങളൊരു നിയോഗമായിട്ട് ഇത് വെച്ചു. ദൈവമേ, ഒരു കേസെല്ലാം കൃത്യമായിട്ട് തീർന്ന് ഞങ്ങൾക്കൊരു ആ സ്ഥലം ഞങ്ങൾക്ക് നാട്ടിലൊരു വീട് പണിയാനുള്ള അനുഗ്രഹത്തിനായ മാതാവ് ഒരുക്കി തരണമെന്ന്. അതിൻ്റെ പേരിൽ കുറച്ച് നാൾ ലാസ്റ്റ് അപ്പീൽ പോയി. അതും ഞങ്ങൾക്ക് വിധി വന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇവർ തിരിച്ചും അപ്പീൽ പോകുന്നു. പക്ഷെ അവർ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഈ സ്ഥലം ഒരു 25,000 ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞങ്ങൾ ആ പൈസ കൊടുക്കുകയും ആ സ്ഥലം പൂർണ്ണമായിട്ട് ഞങ്ങളുടെ പേരിലാക്കി വിധി വരികയും ചെയ്തു. ഞങ്ങൾ പിന്നെ അതിനുശേഷം കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് വരാനെല്ലാം സാധിച്ചില്ല. പിന്നെ 2023 ഓഗസ്റ്റിലാണ് ഞാനിവിടെ വരുന്നത്. അത് എൻ്റെ വിശ്വാസ ജീവിതം കൂടുതൽ ബലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ അതിനുശേഷം എനിക്ക് കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥനയിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റി. പിന്നെ 2024 ജനുവരിയിൽ ചേട്ടന് പെട്ടെന്ന് ഒരു നടുവേദന വരികയും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം, MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ഇനി 2 വീലർ ഓടിക്കാൻ പാടില്ല, സ്റ്റെപ്പ് കയറാൻ പാടില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതം അതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക എന്നുള്ളപ്പോൾ അപ്പോഴാണ് പിന്നെയും ഉടമ്പടി ഞാൻ പുതുക്കിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരികയും ഫെബ്രുവരി 20-ന് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. കൂട്ടത്തിൽ എൻ്റെ മകള് താഴെ 2 പെൺമക്കളാണ് എനിക്ക്. മൂത്തവള് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നെക്സ്റ്റ് ഡിഗ്രിക്ക് പോകാൻ അവൾക്കൊരു നല്ല കോളേജിൽ അഡ്മിഷനും പിന്നെ അവൾ നല്ലൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തേവള് 10th-ലാണ്. അവൾ പഠിക്കാൻ ഇത്തിരി മടിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര പേടിയായിരുന്നു, ദൈവമേ മാർക്കില്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും. പക്ഷെ അത് മുഴുവൻ ഞാൻ ഉടമ്പടി വയ്ക്കുകയും ചെയ്തായിരുന്നു.
ഞാൻ എൻ്റെ മൂത്ത മകളെയും കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നത്. അവൾക്ക് 18 വയസ്സായപ്പോൾ അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യായിരുന്നു. ഞങ്ങളിത് ഇവിടെ ഇതിൻ്റെ താഴെ നിന്ന് ഞാനും എൻ്റെ മൂത്തവളിന്ന് കൊന്ത ചൊല്ലിയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഒരു സുഗന്ധം ഞങ്ങൾക്ക് 2 പേർക്കും വരികയും അവൾക്ക് പൂർണ്ണമായിട്ട് ആ മാതാവിൽ അവൾ വിശ്വസിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ മൂത്തവൾ നല്ല ഫസ്റ്റ് ക്ലാസ്സോടുകൂടി രണ്ടാമത്തവൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാർക്ക് പാസ്സാവുകയും മൂത്തവൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്നെ അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ആത്മീയ ജീവിതത്തിൽ പറഞ്ഞാൽ 2019 തുടങ്ങിയിട്ട് ഹസ്ബൻഡിന് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസം കുടുംബ പ്രാർത്ഥന ഉണ്ടാവുന്നില്ല. പക്ഷേ അതിനുശേഷം 2009 എന്നേക്കാളും അധികമായി കുർബാനയ്ക്ക് പോകാൻ ഒരു ദിവസം പോലും 2019 കൊറോണ സമയത്ത് അച്ഛന്മാർ കുർബാന ചെല്ലുമ്പോൾ ഞങ്ങൾ 2 പേരും ഞങ്ങൾ തന്നെ കുർബാന ചെല്ലണതിൽ ഒരിക്കൽ പോലും മുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും മുടങ്ങിയാൽ പോലും ഹസ്ബൻഡ് ഒരിക്കൽ പോലും കുർബാന മുടങ്ങുകയോ ദൈവിക കാര്യങ്ങളിൽ മാറി നിൽക്കുകയോ ചെയ്യില്ല. കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഒരു 8 കുട്ടികൾക്കൊരു ഓർഫനേജ് നടത്തുന്നുണ്ട്. കാര്യങ്ങളും പ്രൊവിഷനായാലും ബാക്കി മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയും എൻ്റെ മക്കൾ തെരുവിലുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയും പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരുവിധം എല്ലാവരെയും സഹായിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ബാംഗ്ലൂരിൽ നിന്ന് നന്നായി സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നാമതായിട്ട് ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയൊക്കെ വിശ്വാസ ജീവിതം അത് ശക്തിപ്പെടുത്തുവാൻ മരിയൻ ഉടമ്പടി സഹായിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ രോഗം മുട്ടുവേദന, അത് സർജറി, ഡോക്ടർ എന്തായിരുന്നു ഡയഗ്നോസ് പറഞ്ഞു, എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? മസിൽ ടയർ ആയിരുന്നു. സോ പിന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണം, ഒരു 6 മന്തെങ്കിലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാലയളവായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ സർജറി ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നോ? അന്നേരം ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഡിസംബറിൽ ഇവിടെ വന്നതിന് ശേഷം സൗഖ്യത്തിന് ശേഷവും ഞങ്ങൾ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളിപ്പോഴും ഉടമ്പടി തൈലമെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചത് സംബന്ധിച്ചുണ്ടായിരുന്ന കേസ്, അത് മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചതിന് ഫലമായിട്ട് നീതി നടത്തി കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ പുറപ്പാട് 14 തിരുവചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി തരുന്നത്, യുദ്ധം ചെയ്ത് നീതി നടത്തുക. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് കുടുംബം പങ്കുവച്ചത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.